നമസ്കാരം. മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഒ അബ്ദുള്ള കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പേജ് വഴി ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു. മമ്മൂട്ടിക്ക് എന്തോ ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന തരത്തിൽ വാർത്തയൊക്കെ വന്നിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ഏതാണ്ട് 4 പതിറ്റാണ്ടോളം സഹോദര തുല്യനായിട്ട് കാണുന്ന മോഹൻലാൽ എന്ന മറ്റൊരു മലയാള സിനിമയുടെ നെടുംതൂൺ അദ്ദേഹം ശബരിമലയിൽ പോവുകയും മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വഴിപാട് കഴിക്കുകയും ചെയ്തു. ഇത് മമ്മൂട്ടി അറിയാതെയാണ് എങ്കിൽ കുഴപ്പമില്ല, മറിച്ച് ഈ മോഹൻലാൽ ചെയ്തത് മമ്മൂട്ടിയുടെ അറിവോടെയാണ് എങ്കിൽ അത് ഇസ്ലാം വിശ്വാസപ്രകാരം വളരെ തെറ്റാണ്. മമ്മൂട്ടി തൗബ ചൊല്ലണം, ഇസ്ലാം സമൂഹത്തിനോട് മാപ്പ് പറയണം എന്നാണ് ഒ അബ്ദുള്ള ആവശ്യപ്പെട്ടത്. ഇതിനുശേഷം ഈ ഒ അബ്ദുള്ള എന്ന് പറഞ്ഞ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഓർക്കുക, ഒരിക്കൽ മാതൃഭൂമി പോലുള്ള പത്രങ്ങളുടെ കോളങ്ങൾ സ്ഥിരമായി എഴുതിക്കൊണ്ടിരുന്ന ഒരു മതേതര വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അതുപോലെ നടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒ അബ്ദുള്ള എന്ന് ഓർക്കുക. അപ്പോൾ അദ്ദേഹത്തിനെ മതേതരത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ള സോ കോൾഡ് പ്രഭുത്വ മതേതരർ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന തരത്തിൽ ഇങ്ങനെ പോസ്റ്റുകളും പ്രതികരണവും നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ പറഞ്ഞ ഒരാൾ പോലും ഇദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം തെറ്റാണ് എന്ന് ഒരു ഇസ്ലാം മതവിശ്വാസിയെ കൊണ്ടും അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിമിനെ കൊണ്ടും പറയാനാവില്ല അവർക്ക്. എൻ്റെ അഭിപ്രായം മാത്രമല്ല, ഇസ്ലാമിനെ പറ്റി അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഒ അബ്ദുള്ള പറഞ്ഞത് 100% ശരിയാണ്. ഒ അബ്ദുള്ള പറഞ്ഞത് മതേതരത്വത്തിൻ്റെ ഈ അസ്കിതയൊക്കെ വെച്ചിട്ട് ഞാനെന്നാൽ കുറച്ച് അഭിനയിച്ചേക്കാം എന്നൊന്നും അദ്ദേഹം വെച്ചില്ല. അദ്ദേഹം നിഷ്കളങ്കനായതുകൊണ്ട്, ഇസ്ലാം വിശ്വാസി എന്ന രീതിയിൽ ആ ഒരു ഗണത്തിൽ അദ്ദേഹം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നിഷ്കളങ്കനായതുകൊണ്ട് അദ്ദേഹം ഉള്ളതുപോലെ പറഞ്ഞു. ഇസ്ലാം വിശ്വാസപ്രകാരം മോഹൻലാൽ മമ്മൂട്ടിയുടെ അറിവോടെയാണ് അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണം. മമ്മൂട്ടി ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണ്, അതിന് തൗബ ചെയ്യണം, ഇസ്ലാം സമൂഹത്തോട് മാപ്പ് പറയണം. ഇതിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇടപെടണം, അവരുടെ അഭിപ്രായം ഇതിൽ വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഒ അബ്ദുള്ള തന്നെയാണ്. അപ്പോൾ അതിന് അങ്ങേരെ പോയി നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും പോയി മതേതരം പഠിപ്പിച്ചിട്ടൊരു കാര്യവുമില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നത് ഈ സോ കോൾഡ് പ്രഭുത്വ മതേതർക്ക് മാത്രമാണ്, അല്ലാതെ ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഉദാഹരണത്തിന്, ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമല്ലായിരുന്നു എന്ന് വെക്കുക, ഇതിപ്പോൾ താലിബാനാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യമായിരുന്നു എങ്കിൽ ഈ ഒ അബ്ദുള്ള പറഞ്ഞ ആ അഭിപ്രായത്തിന് 99% ഇസ്ലാം വിശ്വാസികളും അതിനെ അനുകൂലിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ് ശരി, ആ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി. നമുക്കത് തെറ്റായിട്ട് തോന്നുന്നത് നമുക്ക് ഈ മതേതരത്വത്തിൻ്റെ അസ്കതയുള്ളതുകൊണ്ട് 3 നേരം ഇത് പുഴുങ്ങി തിരുന്നതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം താലിബാൻ വിസ്മയമാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു മഹാനാണ് ഈ ഒ അബ്ദുള്ള. അപ്പോൾ താലിബാൻ വിസ്മയമാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് മറ്റാരെയും സൂചിപ്പിക്കേണ്ട കാര്യമില്ല, അതായത് മതേതരന്മാരെയൊന്നും സൂചിപ്പിക്കേണ്ട കാര്യം പുള്ളിക്കില്ല. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ വിശ്വാസം, സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഹൂറികൾ, സുഖസൗകര്യങ്ങൾ, അതിനുവേണ്ടി മാത്രമാണ് പുള്ളി ജീവിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല, പുള്ളി കൃത്യമായിട്ടും ഉള്ള കാര്യം പറഞ്ഞു. പക്ഷേ മതേതരത്വം നടിച്ചു നിൽക്കുന്ന മറ്റു കൂട്ടർക്ക് അത് പറയാനുള്ള സമയം ഇവിടെ ആയിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഒ അബ്ദുള്ളയുടെ ഒപ്പം ഇത് ഉറക്കെ വിളിച്ച് പറയാത്തത്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന്. അവരൊരിക്കലും പരസ്യമായിട്ട് ഒ അബ്ദുള്ളയെ തള്ളിപ്പറയാനും പോണില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധേയ അല്ലെങ്കിൽ ഒരു വിശ്വാസി വന്നിട്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തനമാകട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകട്ടെ, ഒ അബ്ദുള്ള പറഞ്ഞത് ഖുർആൻ പ്രകാരം അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം തെറ്റാണ് എന്ന് പറയില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരാളും പറയാൻ പോണില്ല. അതിനർത്ഥം ഒ അബ്ദുള്ള പറഞ്ഞതാണ് ഇസ്ലാം വിശ്വാസം അനുസരിച്ച് സത്യമായിട്ടുള്ള കാര്യം. ബാക്കിയുള്ളവർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്കത് പറയാനുള്ള സമയമായിട്ടില്ല. എന്നാൽ ഒ അബ്ദുള്ളയ്ക്ക് മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല, അയാളുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു എന്നതാണ് സത്യം. ഇവിടെ ആരും ഒ അബ്ദുള്ളനെ പോയി തെറി വിളിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ അയാളെ പൊങ്കാലയിട്ടിട്ടോ അയാളെ തിരുത്തണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. കാരണം അയാളുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അവരുടെ വിശ്വാസപ്രകാരം അത് ശരിയാണ്, ഒരു തെറ്റുമില്ല, അത് തന്നെയാണ് ശരി.